പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ അങ്ങേ ആഴ്ചയിലും എല്ലാം നമ്മൾ കൂടുതൽ സംസാരിച്ചത് ഈ സ്നേഹം എന്നൊരു വിഷയത്തെ പറ്റിയായിരുന്നു. അപ്പം ഈ സ്നേഹം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ഒരു ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പം പുറത്തുള്ള എല്ലാ സാഹചര്യങ്ങളിലും സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യും. അപ്പൊ ഇത് എവിടെയും വരാത്തൊരു അവസരം നമുക്ക് മിക്കവാറും നമ്മുടെ വീടിനകത്തായാൽ തന്നെ, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്റെ വീടിനകത്തായാലും പുറത്തിറങ്ങുമ്പോഴായാലും പല ആൾക്കാരോടും ഈ ഈ കർത്താവിന്റെ സ്നേഹം നമ്മളിൽ നിന്ന് വരുന്നില്ല എന്നുള്ള ഒരു നിസ്സഹായത, അത് നമ്മുടെ ജഡത്തിൽ നിന്ന് ഒരിക്കലും വരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ലേഖനങ്ങളിൽ പറയുന്നത് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കും അല്ലേ, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറയും. ഈ ജീവന്റെ ആര് ജീവിക്കും? ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്ന ആ ജീവന്റെ ആ ജീവനിൽ നിന്നാണ് ഈ സ്നേഹം നമ്മളിൽ നിന്ന് വരുത്തുള്ളൂ. ആ സ്നേഹം കർത്താവിന്റെ ജീവനിൽ നിന്ന് മാത്രമേ വരുത്തുള്ളൂ എന്ന് നമുക്കറിയാം. ഒരു വാക്യം വായിക്കാം, 1 തെസ്സലോനിക്കർ അതിന്റെ 3-ാം അധ്യായം 11 മുതലുള്ള വാക്യം. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറ് ആകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടാൻ വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇതൊരു പ്രയർ പോലാണ് പൗലോസ് പറയുന്നത്. ഇവിടെ 12 മുതലുള്ള വാക്യത്തില് നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി. ഇപ്പം വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടുന്ന, ബ്ലെയിംലെസ് ആയിട്ട് വെളിപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ പെർഫെക്റ്റ് ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നേഹത്തിൽ നിറയുന്ന അവസ്ഥയാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ ഒരു ഇമോഷൻസ് അല്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഇംഗ്ലീഷിൽ ആ ബൈബിൾ വായിക്കുമ്പോൾ 12 മുതലുള്ള വാക്യങ്ങൾ, ആൻഡ് മേ ദ ലോർഡ് മേക്ക് യു ഇൻക്രീസ് ആൻഡ് അബൗണ്ട് ഇൻ ലവ് ഫോർ വൺ അനദർ ആൻഡ് ഫോർ ഓൾ ആസ് വി ഡു ഫോർ യു, സോ ദാറ്റ് ഹി മേ എസ്റ്റാബ്ലിഷ് യുവർ ഹേർട്ട് ബ്ലെയിംലെസ് ഇൻ ഹോളിനെസ് ബിഫോർ അവർ ഗോഡ് ആൻഡ് ഫാദർ. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് യു ഇൻക്രീസ് ആൻഡ് അബൗണ്ട് ഇൻ ലവ്, സ്നേഹം വർദ്ധിക്കുന്നത് പോലെ, അതായത് കർത്താവ് ദൈവമേ നീ ഞങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം കവിയുമാറാക്കണമേ, നിറയ്ക്കുമാറാക്കണമേ എന്നാ പറയുന്നത്. എന്തിനു വേണ്ടി? സോ ദാറ്റ് ഹി മേ എസ്റ്റാബ്ലിഷ് യുവർ ഹേർട്ട് ബ്ലെയിംലെസ് ഇൻ ഹോളിനെസ്. ഇവിടെ ഇൻക്രീസ് അബൗണ്ട് ഇൻ ലവ് സോ ദാറ്റ് എസ്റ്റാബ്ലിഷ് യുവർ ഹേർട്ട് ഹോളിനെസ്. അതായത് സ്നേഹം നിറയുന്ന അവസ്ഥയാണ് നമ്മുടെ ഹൃദയങ്ങളിലെ ആ വിശുദ്ധീകരണം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, നിലനിർത്തുന്നത്. ആ വിശുദ്ധീകരണവും ആ സ്നേഹവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ പെർഫെക്ഷൻ ഈ സ്നേഹമാണ്. സ്നേഹം കവിയുന്ന ഒരു അവസ്ഥയാണ്. ഇൻക്രീസ് ഇൻ ലവ് സോ ദാറ്റ് എസ്റ്റാബ്ലിഷ് യുവർ ഹേർട്ട് ഹോളിനെസ്. സ്നേഹത്തിന്റെ നിറവിലുള്ള വിശുദ്ധി. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യമാണോ? അല്ല, നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് നിറയുന്ന അവസ്ഥ, ആ സ്നേഹം കവിയുന്ന അവസ്ഥ, എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. അതൊരു 11 വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി വരുത്തുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത് പോലെ, ആര് വർദ്ധിപ്പിക്കുന്നു? കർത്താവ് വർദ്ധിപ്പിക്കുന്നു. ആ വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. ആര് കവിയുമാറാക്കണം? കർത്താവ് കവിയുമാറാക്കണമെന്നാ പറയുന്നത്. എന്നിട്ട് ആ സ്നേഹത്തിൽ വർദ്ധിപ്പിച്ച് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോയാണ്? ലാസ്റ്റ് എന്താണ്? വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. 13-ാമത്തെ വാക്യം, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇടയ്ക്ക് ഒരൊറ്റ ആട്രിബ്യൂട്ട്സ് മാത്രമേ നിറയുന്നുള്ളൂ, വേറെ ഒന്നും നിറയുന്നില്ല. അവിടെ ക്ഷമ വരുന്നില്ല, ദീർഘക്ഷമ, കരുണ, ഇതൊന്നും പറയുന്നില്ല. വേറെ ഒരു സവിശേഷതകളും പറയുന്നില്ല. സ്നേഹം ഒന്ന് മാത്രം നിറച്ചിട്ട് നിങ്ങളെ പിതാവായ ദൈവത്തിന് മുന്നിൽ അനന്യരായി വെളിപ്പെടാൻ വേണം ദൈവം
ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തില്, വിശ്വാസ ജീവിതത്തില് ദൈവം നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധീകരണമാണെന്ന് നമുക്കറിയാം. ഈ വിശുദ്ധീകരണത്തിലൂടെ കർത്താവ് എന്താണ് നമ്മൾ നിറയ്ക്കുന്നത്? ഇവിടെ പൗലോസ് പറയുന്നത് സ്നേഹമാണ് നിറയ്ക്കുന്നതെന്നാണ് പറയുന്നത്. സ്നേഹം നിറയുന്ന ഒരു അവസ്ഥയിലേ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ബ്ലെയിംലെസ് ആയി നിൽക്കാൻ കഴിയുകയുള്ളൂ. സ്നേഹത്താൽ നിറയപ്പെടുന്ന, അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ മുന്നിൽ ആ സ്നേഹത്താൽ നിറയപ്പെടുന്ന അവസ്ഥയാണ് ബ്ലെയിംലെസ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ഞാൻ ഒരിക്കല് ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ അതായത് ത്രിയേക ദൈവത്തിന്റെ ഉള്ളിൽ ത്രിയേക ദൈവം പിതാവ് പുത്രനും പുത്രൻ പിതാവിനും അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹമാണ്. അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന, ഇപ്പൊ നമ്മളൊരു അതിനെ ഒരു മാനുഷികമായ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോട്ടില് നമ്മൾ കുറച്ച് പുക കയറ്റി വിടുവാന്ന് വെച്ചു, എന്നിട്ട് നിറച്ചു വിട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക. ഫുള്ള് പുകയാണ്, ഗ്യാസ്. എന്തുകൊണ്ട് പുക എന്ന് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ, പുക കാരണം വഴി പൊട്ടുമ്പോൾ പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഫ്രേഗ്രൻസ് വല്ലതും നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ പുകയെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പുക നിറച്ചു വെച്ചേക്കാണ്. ഇതുപോലെ തന്നെ ത്രിയേക ദൈവത്തിനുള്ളിൽ ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവത്തിനുള്ളിൽ ഇത് ഈ നിറഞ്ഞിരിക്കുന്ന എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സ്നേഹമാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ തന്നെയാണ്. ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് സത്യം. സ്നേഹത്തിലുള്ള സത്യമാണ് സത്യം. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ ഒരുമാതിരി സാധാരണ മനുഷ്യനെ ബ്ലൈൻഡ് ആക്കിയാ ചെയ്യുന്നത്. ഇത് എന്തൊരു സ്നേഹമാണ്, മനസ്സിലാകുന്നില്ലല്ലോ, അല്ലെ? ഒരു ക്ലാരിറ്റിയും തരാതെ. അപ്പൊ ഞാൻ ഇനി എന്തിനു ജീവിക്കുന്നു? ഒരു ഡാർക്കാണ് മുന്നിലോട്ട് കൊണ്ടുവന്നത് മനുഷ്യന്. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്നത് നിത്യമായതിന്റെ ഉറപ്പും, കർത്താവിന്റെ മുന്നിൽ ഞാൻ അനന്യമായി വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ യഥാർത്ഥ സത്യമാണ് വെളിപ്പെടുത്തുന്നത്. അതാണ് രണ്ട് രീതിയിലാണ് പോകുന്നത്. ലോകത്തിന് അത് ഭയങ്കര മനസ്സിലാക്കാൻ പറ്റാത്തതും, അവരെ ഒരു എന്താ പറയുന്നത്, മുന്നിലോട്ടുള്ള ഒരു ക്ലാരിറ്റിയും വരുത്താത്തതുമായ ഒരു ഇരുട്ടാണ് കൊണ്ടുവരുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം കാണുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഈ ക്രിസ്തുവിന്റെ സ്നേഹം, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സ്നേഹം ആ ബോട്ടിൽ നിറഞ്ഞിരിക്കുന്ന പോലത്തെ ആ ബോട്ടിലിനകത്ത് എന്താണുള്ളത്? പുകയാണ്. അപ്പൊ ആ ദൈവത്തിനുള്ളിൽ എസൻസ് ഈ ദൈവ സ്നേഹമാണ്, ജീവനാണ്. ഈ ബോട്ടിൽ പൊട്ടുമ്പോൾ എന്ത് പുറത്തു വരുന്നത്? ഈ സ്മോക്കാണ് പുറത്തു വരുന്നത് മുഴുവനും. ദൈവ സ്നേഹമാണ് പുറത്ത്. കർത്താവിനെ തകർത്തപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ദൈവ സ്നേഹമാണ് പുറത്തൊഴുകി വന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദേവപുത്രൻ സത്യം, അല്ലെ? അപ്പം കർത്താവിൽ നിറഞ്ഞിരുന്ന അതേ സ്നേഹത്തിന്റെ നിറവിലേക്കാണ് നമ്മളെ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നത്. ഒരൊറ്റ പർപ്പസേ ഉള്ളൂ നമ്മളെ കൊണ്ട് ദൈവത്തിന്: സ്നേഹത്തിൽ നിറയുക. ഇത് പരിജ്ഞാനത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടും നമുക്ക് ഡോക്ടർ മനസ്സിലായതുകൊണ്ടുമാണ് ഇങ്ങനൊരു ധർമ്മോപദേശത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. പക്ഷേ ഡോക്ടർ മനസ്സിലാകാത്ത ഒരാളോട് ഈ ധർമ്മോപദേശം പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ജഡപ്രകാരം സ്നേഹിക്കാൻ ശ്രമിക്കുകയും അത് ഒരു മാനുഷിക സ്നേഹത്തിലേക്ക്, സ്വയനീതിയിലേക്ക് പോവുകയും ചെയ്യത്തുള്ളൂ. എന്നാൽ നമ്മളെല്ലാവരും, നമ്മളിൽ എത്ര എനിക്കറിയില്ല, എങ്കിലും നമ്മളെല്ലാവരും ദൈവത്തിന്റെ വചനം, ഡോക്ടറിൻ, പത്യോപദേശം മനസ്സിലാക്കിയവരാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ പുതിയതായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഈ സ്നേഹം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ക്രിസ്തുവിന്റെ ആ കർത്താവിന്റെ ജീവനിൽ നിന്നാണ് വരുന്നത്. ആ ജീവൻ നമ്മൾ എങ്ങനെ പ്രാപിക്കുന്നു? വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. അപ്പൊ ഈ സ്നേഹം നമ്മൾ വരേണ്ടതിന് വേണ്ടിയാണ് അപ്പോസ്തലിക ഉപദേശങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ ഡോക്ട്രിനാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം ഡോക്ട്രിൻ, അത് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ട്രിൻസും കാണും. റോമാലേഖനം 12-ാം അധ്യായം വരെയും പത്യോപദേശമാണ് പറയുന്നത്. 12 മുതൽ പിന്നെ ധർമ്മോപദേശമാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ലേഖനങ്ങളിലും നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ ആ പത്യോപദേശമാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ആ ഒരു ധർമ്മോപദേശത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സ്നേഹത്തിലേക്ക് പിന്നെ പോകുന്നത് എന്താ? കാരണം ഈ പത്യോപദേശത്തിൽ നിന്നേ ഈ സ്നേഹം വരികയുള്ളൂ. അപ്പൊ എന്തിനു വേണ്ടിയാണ് പത്യോപദേശം? കർത്താവിന്റെ സ്നേഹം നമ്മളിൽ നിറയപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നമ്മളിൽ നിന്ന് നമ്മളെ തകർക്കുമ്പോൾ സ്നേഹം മാത്രമേ പുറത്തു വരുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് അത് നമ്മളെ കൊണ്ടുവന്നത്. ആ സ്നേഹത്തിന്റെ കംപ്ലീറ്റ് പെർഫെക്ഷൻ നമുക്ക് ഇവിടെ വെച്ച് സംഭവിക്കത്തില്ല. അത് കർത്താവിന്റെ പ്രത്യക്ഷതയിലേ സംഭവിക്കുന്നുള്ളൂ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത്, എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. അപ്പം ഈ സ്നേഹത്തിൽ നിറയുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത് ഇവിടെ? എസ്റ്റാബ്ലിഷ് യുവർ ഹേർട്ട്സ് ബ്ലെയിംലെസ് ഇൻ ഹോളിനെസ് ബിഫോർ അവർ ഗോഡ്. സ്നേഹത്താൽ നിറയപ്പെടുന്ന അവസ്ഥയാണ് ഈ ഹോളിനെസ്, വിശുദ്ധി എന്നിവിടെ പറയുന്നത്. നമുക്കറിയാം എന്താണ് ഹോളിനെസ് എന്ന്. നമുക്കറിയാം ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആക്കുക, അല്ലെ വേർതിരിക്കപ്പെട്ട, മറ്റുള്ളവയിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെടുന്ന, സെപ്പറേറ്റഡ് ആയിപ്പെടുന്ന എന്നൊക്കെയാണല്ലോ അതിന്റെ അർത്ഥം. അതിന് ദൈവത്തിന്റെ എന്താണ് ഈ സെപ്പറേറ്റഡ് ആകുന്നത്? വ്യത്യസ്തമായി നിൽക്കുന്നു, സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം ദൈവത്തിന്റെ നീതി എപ്പോഴും അങ്ങനെ തന്നെയാണ്. ദൈവം അങ്ങനെ തന്നെയാണ്, മറ്റുള്ളവയിൽ നിന്നെല്ലാം സെപ്പറേറ്റഡ് ആണ്. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം
രണ്ടാമത്തെ വാക്യം, യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല, അവനെ പോലെ ആരുമില്ല, അവൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാണ്, സെപ്പറേറ്റഡ് ആണ്, ഹോളിനെസ്, അവൻ ഹോളിയാണ് അല്ലെ, വിശുദ്ധനാണ്. കർത്താവ് പറഞ്ഞു ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കർത്താവ് എല്ലാത്തിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്. അവന്റെ ക്യാരക്ടർ, അവന്റെ നീതി, അവന്റെ സ്നേഹം എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ഇതേ കർത്താവാണ് പറഞ്ഞത് എന്ത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകണം എന്ന് പറഞ്ഞത്. അപ്പം നമുക്കറിയാം എന്താണ് ഈ ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ഈ സ്നേഹം എന്നതിലൂടെയാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്താണ് ഈ ഹോളിനെസ്? അത് സ്നേഹമാണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഒരു ഇമോഷണൽ ലവ് ആണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇനി ഒരു ചോദ്യം ചോദിക്കും, കർത്താവ് ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ചായിരുന്നോ? ദൈവത്തിന്റെ ഈ സ്നേഹം കർത്താവ് ലോകത്തുള്ള എല്ലാവർക്കും കൊടുത്തായിരുന്നോ? ഇല്ല. ലോകത്തോട് ദൈവത്തിന് വെറുപ്പാ ഉണ്ടായിരുന്നു, അനുസരണം കെട്ടവനോട് കോപമാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ സ്വപുത്രനെ കൊടുക്കുന്ന ആ സ്നേഹം, ലോകത്തിൽ എല്ലാവരെയും ദൈവം ആ സ്നേഹത്തിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം അനുഭവിക്കുന്നത് എല്ലാവരും അനുഭവിക്കുന്നില്ല. ലോകത്തെല്ലാവരും ആ സ്നേഹം അനുഭവിക്കുന്നില്ല. പക്ഷെ ലോകത്തിലെ സകല മനുഷ്യരെയും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ സ്നേഹം കർത്താവ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ആ സ്നേഹം മനസ്സിലാകുന്നില്ല, എല്ലാവരും അതിലേക്ക് വരുന്നില്ല. അപ്പൊ കർത്താവ് സത്യം പറഞ്ഞ ആരെയാ സ്നേഹിച്ചേ? ദൈവം ആരെയാ സ്നേഹിച്ചേ? ആർക്ക് വേണ്ടിയാ സ്വന്തം മകനെ കൊടുത്തേ? സഭയ്ക്ക് വേണ്ടിയാണ്. അവൻ മുന്നേ തെരഞ്ഞെടുത്ത തന്റെ മക്കൾക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി. അപ്പൊ ദൈവ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അല്ല. അതൊരു എന്താ പറയാ, ഈ ഇമോഷണൽ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് എല്ലാവരോടും തോന്നുന്ന ഒരു ഇമോഷൻ, ഒരു വികാരം അല്ല കർത്താവിൽ നിന്ന് വന്നത്. അത് ട്രൂത്താണ്, സത്യമാണ്, അതിനകത്ത് നീതിയുണ്ട്. അതായത് പാപിയോട് കോംപ്രമൈസ് ചെയ്യുന്ന, അതായത് നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അവൻ ചെയ്ത തെറ്റിന് ഒരു ശിക്ഷയും കൊടുക്കാതെ ചുമ്മാ ഇളവ് ചെയ്തതല്ല, ശിക്ഷ കൊടുത്തില്ലേ? കർത്താവ് ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങിയില്ലേ? അപ്പൊ ആ സ്നേഹത്തിന് എന്തുണ്ട്? നീതിയുണ്ട്. പെർഫെക്റ്റ് റൈച്ചസ്നെസ് ആണ് ആ സ്നേഹം. അത് കേവലം ഒരു വികാരം മാത്രമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഹോളിനെസ് എന്ന് പറയുന്നതുമായിട്ട് കണക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ് അത് കർത്താവ് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതേ ഹോളിനെസ് കണ്ടിട്ടാണ് ദൂതന്മാര് ഭയത്തോടെ വിറയലോടെ നിന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആർപ്പിട്ടത്. ഇതേ ഹോളിനെസ് ആണ് ക്രിസ്തുവിലൂടെ ആ ക്രൂശിൽ നമ്മൾക്ക് വെളിപ്പെട്ടതും. കണ്ടോ, രണ്ടും രണ്ട് രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, രണ്ട് രീതിയിൽ കാണുന്നുണ്ടോ? ആണ് ക്രിസ്തുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം കാണാൻ കഴിയുന്നത് അവന്റെ മക്കൾക്കും. ആ സ്നേഹം അത് ആർക്കവൻ കൊടുക്കുന്നു അവർക്കാണ് അതിന്റെ ആ ഒരു സ്നേഹം കാണാൻ കഴിയുന്നത്. ദൂതന്മാർക്ക് ആ സ്നേഹത്തിന്റെ നമ്മുടെ മക്കള് വഴിതെറ്റി പോകുമ്പോൾ പാപികളോടുള്ള സ്നേഹം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കത് പറയാൻ കുറച്ചുകൂടെ ഇഷ്ടം, മക്കള് തെറ്റിപ്പോകുമ്പോൾ അപ്പന് മക്കളോടുണ്ടാകുന്ന സ്നേഹം അത് ദൂതന്മാരൊരിക്കലും കണ്ടിട്ടില്ല, അത് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലോകത്തുള്ള എല്ലാ പാപികളെയും ദൈവം സ്നേഹിച്ചോ? നമ്മളല്ലാത്ത ഒരുപാട് പാപികൾ ലോകത്തിൽ മരിച്ചുപോയി. പാപികളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവരെ മരിച്ചുപോയവരെ അപ്പൊ ദൈവം സ്നേഹിച്ചില്ലേ? ആ സ്നേഹം നമ്മളിലേക്ക് മാത്രമേ വരുന്നുള്ളൂ, തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിലേക്ക് മാത്രമേ വന്നുള്ളൂ. ക്രിസ്തുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളിലൂടെ മാത്രമേ വന്നുള്ളൂ. എന്തുകൊണ്ട് വന്നുള്ളൂ? ആ സ്നേഹം നീതിയുള്ള സ്നേഹമാണ്. ആ സ്നേഹം അനീതിയോട് കാണിക്കാൻ പറ്റില്ല. പാപത്തോട് കോംപ്രമൈസ് ചെയ്തിട്ട് വഷളത്തരം കാണിക്കുന്ന മോനോട്, കുഴപ്പമില്ല മോനെ, നിന്നെ ഞാൻ സ്നേഹിച്ചോളാം, നീ കുറ്റക്കേടൊക്കെ കാണിച്ചാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ ക്ഷമിക്കുന്നു, അവൻ പിന്നെ ആ വഷളത്തിൽ വളരുന്നു. അപ്പൊ അത് സ്നേഹമല്ല, അത് അവനെ പാതാളത്തിലേക്കാ വിടുന്നത്, അവനെ നരകത്തിലേക്കാ വിടുന്നത്. ദൈവത്തിന്റെ സ്നേഹം നീതിയുള്ള സ്നേഹമാണ്. അപ്പൊ അതാണ് ആ ഹോളിനെസിന്റെ പ്രത്യേകത. കർത്താവ് യെശയ്യാവ്, ദൂതന്മാര് ഭയങ്കര ഭയത്തോടെ കണ്ട ആ ഹോളിനെസ് ക്രൂശിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും കരുണയും അല്ലെ? ക്രൂശ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണ്? അതേ ഹോളിനെസ് തന്നെ നമ്മൾ അവിടെ കാണുന്നത്. അവിടെ കാണുന്നതിന്റെ ഒരു ഡിഫറൻസ്, ആ വിശുദ്ധി തന്നെയാണ് അവിടെയും കാണുന്നത്. പക്ഷെ അവിടെ കാഴ്ചയുടെ തലത്തില് വ്യത്യാസം വന്നു എന്നുള്ളതാണ്. ഇതേ വിശുദ്ധനായ ദൈവത്തെ നമ്മൾ നാളെ കർത്താവിന്റെ ആ വിശുദ്ധിയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന ഭയത്തോടല്ല, സ്നേഹത്തോടെ അപ്പാന്ന് വിളിച്ചോണ്ടായിരിക്കും നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. സന്തോഷത്തോടെ ഓടി ചെന്നായിരിക്കും നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക്. കാരണം നമ്മളെ ആ ഹോളിനെസ് നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഒരിക്കലും, എന്നാൽ ഒരു പാപിക്ക് അതെന്ത് സംഭവിക്കുന്നത്? ഭയമാണ് ഉണ്ടാക്കുന്നത്, ശത്രുത്വമാണ് ഉണ്ടാക്കുന്നത്, പേടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ആത്മാവുള്ളവർക്ക് ഈ ദൈവസ്നേഹം എന്തെന്ന് രുചിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആത്മാവില്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. ദൈവം ലോകത്തെ മുഴുവനും തന്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ ഒരു ജനറൽ സ്നേഹം ദൈവത്തിനുണ്ട്. എന്നാൽ പുത്രനെ കൊടുക്കുന്ന ആ സ്പെഷ്യൽ സ്നേഹം അത് സഭയ്ക്ക് മാത്രം, ആത്മാവുള്ളവർക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. സുവിശേഷത്തിന്റെ കേൾവിയാൽ ലോകത്തിലുള്ള എല്ലാവരും ഈ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്കാണ് വിളിക്കപ്പെടുന്നത്. പക്ഷേ ആത്മാവിനാൽ വീണ്ടും ജനിച്ചവർ മാത്രമേ ആ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നുള്ളൂ. എഫേസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തില് പൗലോസ് വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, 3:17 മുതലുള്ള വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ
നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇപ്പം 17-ാമത്തെ വാക്യത്തില് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നത്. എങ്ങനെയാണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുന്നത്? എങ്ങനെയാണ് ആ നിറവിലേക്ക് വരുന്നത്? 17-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം. ഇത് ആരോടാണ്? ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നില്ലേ? അപ്പൊ ഇവിടെ എന്താ അങ്ങനെ പറയുന്നത്? ഇത് ആരോടെ? വിശ്വാസികളോടാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ കർത്താവ് ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഓരോ ദിവസവും കർത്താവ് എന്നിൽ ജീവിക്കുന്നു എന്നുള്ളത് ഞാൻ വിശ്വാസത്താൽ അനുഭവിക്കേണ്ടതിന് വേണ്ടി വരം നൽകണമെന്നാ പറയുന്നത്. എന്റെ ഉള്ളിൽ കർത്താവ് ഓരോ ദിവസവും വസിക്കുന്നു. അതൊരു ഭവനമായി എന്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു എന്നുള്ളതിന് വിശ്വാസത്താൽ വസിക്കേണ്ടതിന്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഇതൊരു വിശുദ്ധീകരണത്തിന്റെ തലത്തിലാണ് ഈ പ്രാർത്ഥന പോകുന്നത്. സ്നേഹത്തിൽ വേരൂന്നണം എന്ന് പറയുമ്പോൾ സ്നേഹം എന്ന നിലത്തിൽ നിലത്തിൽ വേരൂന്നി ഇറങ്ങി ആ സ്നേഹമെന്ന നിലത്തിലുള്ള എന്താണ് അതിനകത്തെ വളം മുഴുവനും എന്തായിരിക്കും? സ്നേഹമായിരിക്കും. അത് മുഴുവനും വലിച്ചെടുത്ത് ആ സ്നേഹമെന്ന ഫലം കായ്ക്കാനാണ്, അതിൽ നിന്ന് വരുന്ന ഫലം കായ്ക്കാനാണ് പറയുന്നത്. സ്നേഹത്തിൽ വേരൂന്നി ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും. അപ്പൊ സ്നേഹത്തിൽ വേരൂന്നിയുള്ള പ്രവൃത്തികൾ നിങ്ങളിൽ നിന്ന് വരണം, അല്ലെ? സ്നേഹത്തിൽ വേരൂന്നി ആ സ്നേഹത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. അതുപോലെ തന്നെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും. എന്തിന്റെ വീതി നീളവും ആഴവും ഉയരവുമാണ്? സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും. എങ്ങനെയാണ് ഇത് സകല വിശുദ്ധന്മാരോട് കൂടി ഈ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതി ഉയരവും അറിയുന്നത്? ഇത് അറിയുന്നത് ഞാൻ ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ സഹോദരനോടുള്ള പ്രവൃത്തി എങ്ങനെയായിരിക്കും? സ്നേഹത്തിൽ വേരൂന്നി കർത്താവിൽ ഞാൻ വസിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നു, കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ വിശ്വാസത്താൽ സ്നേഹത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ എന്നിൽ നിന്ന് വരികയും ഈ സ്നേഹം എന്നിൽ നിന്ന് ഈ സഹോദരനോട് പോകുന്നത് ഞാൻ കാണുകയാണ്. അത് ഈ സഹോദരനോട് മാത്രമല്ല, ഈ സഭയിലുള്ള പല രീതിയിലുള്ള, ചില ആൾക്കാരോട് പോകുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ പോകണം. ചില ആൾക്കാരോട് ഭയങ്കര വിസ്താരമായ സ്നേഹം നമ്മൾ കാണിക്കണം. ചില ആൾക്കാരോട് ജീവിതകാലം മുഴുവൻ നീളത്തിൽ സ്നേഹം കാണിക്കേണ്ടി വരും. ഇങ്ങനെ ഞാൻ എന്ത് മനസ്സിലാക്കിയാണ്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നിലൂടെ പുറപ്പെടുന്നത് കണ്ട് ഞാൻ അറിയുകയാണ്. സകല വിശുദ്ധന്മാരോട് കൂടിയാണ് അറിയപ്പെടുന്നത്. അതൊരു ഗിവ് ആൻഡ് ടേക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ സ്നേഹം പോകുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ഇത് ക്രിസ്തുവിന്റെ സ്നേഹമാണെന്ന്. അത്ഭുതത്തോടെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹം പോകുന്നത് കണ്ട് ഞാൻ ഞെട്ടി. അത് നമ്മുടെ നത്തിങ്ലെസ്സിൽ നിന്നാണ് ഈ ദൈവത്തിന്റെ സ്നേഹം പോകുന്നത്. അപ്പൊ അത് കാണുമ്പോൾ അപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. അത് പ്രാപിച്ചെടുത്തതല്ല, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അവിടുന്ന് വരുന്നത്. അപ്പൊ ഞാൻ അനുഭവിക്കുകയാണ്, ഞാൻ അറിയുകയാണ്. ആര് മുഖാന്തരം അറിയുന്നേ? ഈ ഒരു സഹോദരൻ അവിടെ ഇല്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. ഈ സ്നേഹം കൊടുക്കാൻ ഒരാളില്ലെങ്കിൽ ഇത് അറിയുവോ? ഇല്ല. സ്നേഹം കൊടുക്കാനും അത് വാങ്ങിക്കാനും ഒരാൾ വേണം. വാങ്ങിക്കാൻ ഒരാളില്ലെങ്കിൽ ഈ സാധനം അറിയത്തില്ല. അതുകൊണ്ട് ഈ സ്നേഹം എന്തിനു വേണ്ടിയാ? കൊടുക്കാനുള്ളതാണ്. അത് കൊടുത്തും വാങ്ങിയുമാണ് നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹം സകല വിശുദ്ധന്മാരോടുകൂടെ അറിയുന്നത്. അത് കൊടുത്താണ് ആ വിശുദ്ധീകരണത്തിന്റെ തലത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമല്ല. എന്താണ് ദൈവസ്നേഹം? എന്ത് സ്നേഹത്തിലാണ് ദൈവം റൂട്ടഡ് ആകാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പൊ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ എന്താണ് സ്നേഹം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. എന്താണ് ആ സ്നേഹം? പ്രാണനെ വെച്ചു കൊടുക്കുന്നതിനാൽ നാം ആ സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഈ സ്നേഹമാണ് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും. ഇത് കർത്താവിന്റെ സ്നേഹമാണ്. കർത്താവിന്റെ സ്നേഹത്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത്. നമ്മുടെ സ്നേഹത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയില്ല. മറ്റുള്ളവന്റെ പ്രാണൻ എടുക്കാൻ നമ്മുടെ സ്നേഹത്തിന് കഴിയത്തുള്ളൂ, പ്രാണനെ കൊടുക്കാൻ കഴിയത്തില്ല. സ്വന്തം പ്രാണനെ കൊടുക്കാൻ കഴിയുന്ന സ്നേഹം കർത്താവിന്റെ സ്നേഹമാണ്. നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? അത് സ്വസ്നേഹമാണ്. അത് മറ്റാരെയും സ്നേഹിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നീ നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ തന്നെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ നിന്നെ പോലെ നീ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയും. അല്ലേ? നമ്മൾ പറയും, മക്കളോടൊക്കെ ആണെന്ന് പറയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം
ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിങ്ങനെ നിൽക്കാൻ നേരം ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, ഈ മാതാപിതാക്കളുടെ സ്നേഹം ഭയങ്കര പ്യൂർ ആണല്ലോ. അതെന്താണ്? അതൊരു സ്നേഹമല്ലേ? അത് പാപമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ എവിടാണ് ഈ പാപം കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു കൊച്ചിന്റെ അമ്മ തന്നെ എന്നോട് പറയുകയാണ്, ഈ ഏത് മക്കൾ ആഗ്രഹിക്കാത്ത സ്വന്തം മക്കളിൽ നിന്നുള്ള സ്നേഹം ആഗ്രഹിക്കാത്തത്? അവർക്ക് ഓരോന്ന് കൊടുക്കുമ്പോഴും, അവരെ പഠിപ്പിക്കുമ്പോഴും, അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോഴും, അവർക്ക് ഏറ്റവും നല്ല വസ്ത്രം കൊടുക്കുമ്പോഴും, ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുമ്പോഴും, ഏറ്റവും നന്നായി അവരെ വളർത്തുമ്പോഴും ഈ മക്കള് എന്നേലും ഞങ്ങളെ കരുതും എന്നുള്ള ഒരു തോന്നൽ ഈ അപ്പനമ്മമാരുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും കിടക്കും. അപ്പൊ ചിലർ കിടക്കത്തില്ല. നാളെ ഈ അപ്പൻ മകനൊന്ന് എതിർത്ത് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ കാണാം നീ എന്നോട് പറയാറായോടാ, അല്ലെ നീ എന്നോട് ഇങ്ങനെ പറയാ. അത് നമ്മുടെ ഉള്ളിൽ ആ ബ്ലോക്ക് വേദന വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര വിഷമത്തോടെ നമ്മൾ പലപ്പോഴും പറയും, എവരെയൊന്നും നോക്കി ജീവിക്കണ്ട, എവരെയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയും. അതൊരു പാപമാണ്. നമ്മളെല്ലാരും പറയും ഭയങ്കര സംഭവമായിട്ടാ പറയുന്നത്, ഇവരെയൊന്നും നോക്കണ്ട എന്ന് പറയുന്നത്. നോക്കണ്ട എന്ന് പറയുന്നത് തന്നെ പാപമാണ്. കർത്താവിന്റെ സ്നേഹമല്ല അത്. കർത്താവിന്റെ സ്നേഹം എല്ലാം വിട്ടുകൊടുക്കുന്നതാണ്. സ്വന്തം മക്കൾക്ക് പോലും നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ എങ്ങനെ സഭയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കും നമ്മളെ തന്നെ? നമ്മുടെ സ്വന്തം മക്കൾക്ക് പോലും ക്രിസ്തുവിന്റെ സ്നേഹം കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല സഹോദരങ്ങളെ. നമ്മൾ അവിടെ എല്ലാം തോറ്റുപോവുകയാണ്. അവിടാണ് നമ്മുടെ നിസ്സഹായത മനസ്സിലാകുന്നത്. നമ്മളാണ് നമ്മളോട് 24 മണിക്കൂറും ശല്യപ്പെടുത്തുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളോട് സ്നേഹം ഇതുവരെ ഒരു വാക്കും പറയാത്ത സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനും സ്നേഹം കാണിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. കണ്ണടച്ച ബ്രദറിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ കണ്ണുനീര് ഒഴുക്കിയൊക്കെ ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കും. പക്ഷെ സ്നേഹം ഉള്ളിൽ വരുന്നുണ്ടോ? ഇല്ല. അത് നമ്മുടെ ഒരു ബലഹീനാവസ്ഥയാണ്. അതിനെ നമ്മൾ ഒരിക്കലും എനിക്കൊരിക്കലും അതിനെ ഒന്ന് കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടോ പറയാൻ കഴിയത്തില്ല. കാരണം നമ്മൾ എല്ലാവരും അതേ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ സ്നേഹമില്ലാതെ നമുക്ക് ഒരാളെ സ്നേഹിക്കുവാനോ മക്കളെ പോലും സ്നേഹിക്കുവാനോ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, യഥാർത്ഥ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. ഇത് ഈ സ്നേഹത്തിന്റെ ഡെഫിനിഷനാണ്. എന്താണ് വാട്ട് ഈസ് ലവ് എന്നുള്ളതിന്റെ ഡെഫിനിഷനാണ് പ്രാണനെ വെച്ചു കൊടുക്കുന്നത്. അതായത് ഒന്നും സ്വീകരിക്കാത്തതും വിട്ടുകൊടുക്കുന്നതുമായ, എല്ലാം ത്യജിക്കുന്നതുമായ. അത് കർത്താവ് ക്രൂശിൽ കാണിച്ചു. കർത്താവിന്റെ ജീവിതത്തിലൂടെ ആ നീതി കാണിച്ചു, സ്നേഹം കാണിച്ചു, വിട്ടുകൊടുക്കുന്നതിനുള്ള സ്നേഹം. അതുപോലെ 1 യോഹന്നാൻ 4:9 മുതലുള്ള വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അനോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അനോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി പഴയ ഞാൻ ആദ്യം പറഞ്ഞ ആ ഡെഫിനേഷനിലേക്ക് ഒന്ന് തിരിഞ്ഞു പോയി നോക്കി. എന്ത് തികഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്? ഇവിടെ സ്നേഹം തികഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. നമ്മൾ ജീവന്റെ നിറവിൽ, ക്രിസ്തുവിന്റെ ജീവന്റെ നിറവിൽ ജീവിക്കാൻ പറയുമ്പോഴും സ്നേഹത്തിൽ തികഞ്ഞിരിക്കാൻ പറയുമ്പോഴും ഒരേ കാര്യം തന്നെയാണ്. ക്രിസ്തുവിന്റെ ജീവന്റെ നിറവിൽ, ക്രിസ്തുവിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? എസൻസ്, സ്നേഹമാണ് നിറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയും. വിശ്വാസത്താൽ വരം നൽകണം എന്ന് പറയുമ്പോൾ, ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഉള്ളിൽ വസിക്കേണ്ടതിന് വരം നൽകണം, ഞാൻ സ്നേഹത്തിൽ വേരൂന്നി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ എസൻസ് ആയ ആ നിലത്തിൽ നിന്ന് വേരൂന്നി ഫലം കായ്ക്കുവാൻ ആണ് പറയുന്നത്. അപ്പം 11-ാമത്തെ വാക്യം പറയുന്നത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അനോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 9-ാമത്തെ വാക്യം പറയുന്നു, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. പാപികളായ സ്നേഹം പറയുന്നത് എന്താണ്? പാപികളായ നമ്മൾ, ശത്രുക്കളായ നമ്മൾ ജീവിക്കേണ്ടതിന് വേണ്ടി കർത്താവ് സ്വന്തം പുത്രനെ അങ്ങ് വിട്ടുകൊടുത്തു, പ്രാണനെ തകർത്തു, ജീവനെ തകർത്തു, വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ സ്നേഹം നമുക്ക് കാണിച്ചു തന്നത്. അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ നീതിയുടെ ഡെഫിനിഷൻ എന്താണ്? ആ സ്നേഹം, സത്യം എന്താണ്? ഈ സ്നേഹമാണ് സത്യം. നീതി എന്താണെന്ന് കാണിച്ചു തന്നത് ഈ ക്രൂശില് സ്വന്തം പുത്രനെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. അപ്പം ഇവിടെ നമുക്ക് തിരിച്ച് ആ വാക്യത്തിലേക്ക് തിരിച്ചു വരാം. എഫേസ്യ ലേഖനം 3:17-18 മുതലുള്ള വാക്യം, വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ സകല മനുഷ്യരുടെയും ബുദ്ധിയെ കവിയുന്ന, അതായത് ഒരു മനുഷ്യന്റെയും തല കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത സ്നേഹം, അതായത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ തോന്നാത്ത സ്നേഹം, സകല പരിജ്ഞാനത്തെ കവിയുന്ന
ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും ഈ പരിജ്ഞാനത്തെ കഴിയുന്ന സ്നേഹം നമ്മൾക്ക് പല കാര്യങ്ങളും പരിജ്ഞാനത്തോടെ ചെയ്യണം ബ്രദറെ, പരിജ്ഞാനത്തോടെ അവരോടൊക്കെ ഇടപെടണം, പരിജ്ഞാനത്തോടെ സ്നേഹം കാണിക്കണമെന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് ഏത് പരിജ്ഞാനമാണ്? ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? ഈ സ്നേഹമാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാകുന്നില്ല. പരിജ്ഞാനം എന്ന് നമ്മൾ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംഭവമായിട്ട് ഈ പരിജ്ഞാനത്തെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത്, ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട്. പക്ഷെ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല ക്രിസ്തുവിന്റെ പരിജ്ഞാനം, നമ്മളെ വിട്ടുകൊടുക്കുന്നതാണ്. അപ്പം പരിജ്ഞാനത്തോടെ പൈസ കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? പരിജ്ഞാനത്തോടെ അയാളെ കരുതണം എന്ന് പറയുമ്പോൾ അത് എന്ത് പരിജ്ഞാനമാണ് അവിടെ ഡിമാൻഡ് ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മൾ പരിജ്ഞാനത്തോടെ ഇടപെടണമെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സകല പരിജ്ഞാനത്തെയും, ഈ ലോകത്തിലെ മനുഷ്യരുടെ സകല പരിജ്ഞാനത്തെയും കവിയുന്ന, അതിനെയൊക്കെ തോപ്പിക്കുന്ന, അതൊക്കെ പുറകിലാക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. അപ്പം ദൈവത്തിന്റെ നിറവ്, എസൻസ്, ആ നിറവ് എന്താണ്? ഈ സ്നേഹമാണ്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിന്റെ നിറവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സ്നേഹത്തിന്റെ നിറവാണ് ഇവിടെ. സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത് മുഴുവനും. ക്രിസ്തു നിങ്ങൾ വിശ്വാസത്താൽ ഉള്ളിൽ വരം നൽകണം. വരം നൽകിയിട്ട് നിങ്ങൾ ക്രിസ്തു വിശ്വാസത്താൽ ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിൽ വിശ്വസിച്ച് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രവൃത്തി സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിന്റെ നിറവിലേക്ക്, ഈ സ്നേഹത്തിന്റെ നിറവിലേക്ക് നമ്മൾ വരുമ്പോഴാണ്, അതെപ്പോഴാണ് ഇതിന്റെ പെർഫെക്ഷൻ നമ്മൾ കാണുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കണ്ടു, നമ്മൾ അവന്റെ പ്രത്യക്ഷതയിൽ അനന്യരായി സ്നേഹത്തിൽ നിറഞ്ഞ് ആ വിശുദ്ധീകരണത്തിൽ നിറഞ്ഞ് വെളിപ്പെടുമ്പോഴാണ് അതിന്റെ പെർഫെക്ഷൻ നമ്മൾ കാണുന്നത്. എന്നാലും നമ്മൾ അനുദിന ദിവസത്തിൽ കർത്താവാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഇത് വളർത്തുന്നത്, ഈ സ്നേഹം കവിയുമാറാക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഈ കർത്താവിനോട് ചോദിക്കുന്നത് ഈ സ്നേഹത്തിൽ കവിയുമാറാകേണ്ടതിന് വേണ്ടിയാണ്, അല്ലെ? 20-ാമത്തെ വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കഴിയും? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവന്റെ ശക്തിയാൽ ഇത് സാധിക്കും. ഇത് നമ്മൾ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഇതെല്ലാം സാധ്യമാകും. സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് അവസാനം ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണ്, സഭയിലും ക്രിസ്തുവേശുവിലും. അപ്പൊ ഈ സ്നേഹത്തിന്റെ നിറവ് എന്തിലേക്കാണ് കൊണ്ടുവന്നത്? സഭയിലും ക്രിസ്തുവേശുവിലും. സഭ ക്രിസ്തുവിന്റെ മഹത്വത്തിനായി മാറുന്നു. അങ്ങനെ സഭ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിറഞ്ഞ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മഹത്വത്തിനായി മാറുന്നു. അപ്പൊ ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോയ മഹത്വം, മനുഷ്യൻ തകർത്ത് കളഞ്ഞ മഹത്വം, റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ക്ഷയിച്ചു പോകാത്ത ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള വിഗ്രഹം, നാൽക്കാലി, ഇഴജാതി മനുഷ്യൻ, പക്ഷി എന്നിവയുടെ സാദൃശ്യമാക്കി മാറ്റി കളഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ആ സൃഷ്ടികളെ കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ മഹത്വം കാണിക്കുകയാണ്, അല്ലെ? നമ്മളിലൂടെ ദൈവം എന്താണ് കാണിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം അല്ലേ കാണിക്കുന്നത്? സഭയിലൂടെ എന്താണ് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ മഹത്വത്തെയാണ് വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? ദൈവം നമ്മളിലൂടെ ദൈവത്തിന്റെ ആ മഹത്വത്തെ, പ്രപഞ്ചത്തെ, സകല ചരാചരങ്ങളെയും കാണിക്കുകയാണ്. അപ്പം നമുക്ക് തെസ്സലോനിയ ലേഖനത്തിലേക്ക് ഒന്നുകൂടെ വരാം. തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12 എന്നുള്ള വാക്യം പറയുന്നു, and may the Lord make you increase and abound in love for one another and for all, as we do for you, so that he may establish your hearts blameless in holiness. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ആ സ്നേഹത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യാൻ? ആ സ്നേഹത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകാനാ പറയുന്നത്. ആ സ്നേഹത്തിൽ നിങ്ങളുടെ ഹൃദയം സ്ഥിരീകരിക്കുന്ന അവസ്ഥയാണ് എന്ത്? ആ ഹോളിനെസ്. വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാട്ടെ. എന്തിൽ സ്ഥിരപ്പെടുത്താൻ? സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്താൻ. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹത്തിൽ ഓരോ ദിവസവും സ്ഥിരപ്പെടുത്തുവാൻ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഓരോ ദിവസവും കർത്താവിന്റെ വിശുദ്ധിയായ ആ സ്നേഹത്തിൽ, അത് ഭയങ്കര മറയാണ്, അതിന്റെ ആഴങ്ങൾ ഇനി ഇത്രയൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ഇമോഷൻസോ മാത്രമല്ല, നമ്മൾ അതിന്റെ ഒരേ സമയം ദൂതന്മാരെ ഭയപ്പെടുത്തിയതും നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിച്ചതും നമ്മളെ കർത്താവിലേക്ക് അടുപ്പിച്ചതുമായ അത് ഒരേ ഗ്ലോറി തന്നെയാണ്, ഒരേ ഹോളിനെസ് തന്നെയാണ്. അതിന്റെ ഒരു 2 തലമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ദൂതന്മാർ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കാതെ കർത്താവ് അവരെ പാതാളത്തിലേക്ക് തള്ളിയിട്ടത്, ദൈവം അവരെ പാതാളത്തിലേക്ക് തള്ളിയിട്ടത് ആ സമയത്ത് സ്നേഹമില്ലായിരുന്നോ? ഇതേ സ്നേഹം തന്നെ അപ്പോഴും ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ സ്നേഹം നമ്മളിലേക്ക് മാത്രമാണ് പ്രകടമായത്. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ എന്താ പറയുന്നത്, മർമ്മങ്ങളാണ്. ദൈവം നമ്മളെ ഈ ദിവസങ്ങളെല്ലാം ആ സ്നേഹത്തിന്റെ നിറവിലേക്ക് നടത്തുമാറാകട്ടെ. ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഉറപ്പിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.